നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു പരിപാടിയാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു ഒക്ടോബർ 1 വിശേഷങ്ങൾ. ഇന്ന് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഏത് പരീക്ഷയാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSC നടത്തുന്ന പരീക്ഷയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും, എന്നാൽ ഇത് പൊതുവിജ്ഞാനമാണ്, ഇത് കേൾക്കുന്ന മുഴുവൻ പേർക്കും പ്രയോജനപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ ഒരു കാര്യം പറയാം. ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും അഭ്യസ്തവിദ്യരായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിൽ അന്വേഷകരായിട്ടുള്ള മത്സരാർത്ഥികൾക്ക് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം എന്ന് പറയുന്ന ഒരു പങ്ക്തിയാണ് ഈ പരിപാടിയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം, മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മുഴുവൻ ആളുകളും തികച്ചും നമ്മുടെ ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ തയ്യാറെടുക്കുന്നത്. സാധാരണഗതിയിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. PSC എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന്. എന്നാൽ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കേവലം പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് മാത്രമല്ല PSC യെ കുറിച്ച് പഠിച്ചിരിക്കേണ്ടത്, മറിച്ച് മിക്കവാറും പരീക്ഷകളിലെല്ലാം തന്നെ നിരവധി തവണ ചോദ്യങ്ങളായിട്ടുള്ള പല ചോദ്യങ്ങളുടെ ഉത്തരവും ചോദ്യങ്ങളും ഒക്കെ തന്നെ PSC എന്ന 3 വാക്കിൽ നമുക്ക് കിട്ടും. എന്താണെന്നല്ലേ, കേട്ടോളൂ. P4 നമ്മൾ സാധാരണഗതിയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന P സ്റ്റാൻഡ്സ് ഫോർ പ്ലാസി. നമ്മൾ പ്ലാസി യുദ്ധത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ P സ്റ്റാൻഡ്സ് ഫോർ പ്ലാസി എന്ന് ഇനി മുതൽ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ എസ് എന്നൊരു സർവീസ് ആണ് നമ്മൾ പറയുന്നത്. പബ്ലിക് സർവീസ് എന്ന് പറയുന്ന പോലെ തന്നെ സർവീസിന് പകരം നമ്മൾ പഠിക്കേണ്ടത് സിപ്പാഹി ലഹള. സിപ്പാഹി ലഹളയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഫസ്റ്റ് വാർ ഫോർ ഇൻഡിപെൻഡൻസ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തെ അക്ഷരമായ C ഫോർ നമ്മൾ പഠിക്കുന്നത് കമ്മീഷൻ എന്നാണ് പഠിച്ചു വെച്ചിരുന്നത്. എന്നാൽ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ C പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ C എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ക്യാബിനറ്റ്. അഥവാ ഇതിന്റെ 3നും കൂടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ P4 പ്ലാസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1757 പ്ലാസി യുദ്ധം നടന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, 1757. അതുപോലെ തന്നെ കൃത്യം 100 വർഷം കഴിഞ്ഞിട്ടാണ് സിപ്പാഹി ലഹള നടക്കുന്നത്, 1857. അതുപോലെ തന്നെ കൃത്യം 100 വർഷം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ക്യാബിനറ്റ്, അതാണ് കമ്മ്യൂണിസ്റ്റ് ക്യാബിനറ്റ് എന്ന് EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ക്യാബിനറ്റ് 1957 ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ക്യാബിനറ്റ്. അപ്പൊ ഈ പ്രത്യേകത നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കൃത്യം 100 വർഷത്തിന്റെ ഇടവേളയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു വാക്ക് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് മത്സര പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ തീർച്ചയായും കൃത്യമായ ഉത്തരം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ബബിൾ കർപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റും എന്ന് പറയുകയാണ്. ഒരിക്കൽ കൂടി പറയാം, P4 പ്ലാസി, S ഫോർ സിപ്പാഹി, അതുപോലെ തന്നെ C ഫോർ കമ്മ്യൂണിസ്റ്റ് ക്യാബിനറ്റ്. 1757, 1857, 1957. ഈ 3 ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കുറഞ്ഞതൊരു 40-ലധികം ചോദ്യങ്ങൾ ഈ 3 വിഷയത്തിൽ നിന്നും നമുക്ക് ലഭിക്കും. അപ്പോൾ വിജ്ഞാനപ്രദമായ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നന്ദി.